കുറച്ച് ദിവസം മുന്നേ ഞാനും എൻ്റെ ഫ്രണ്ട്സും പിന്നെ അല്ലിമോളും കൂടി ലുലുവിൽ വരെ ഒന്ന് പോയി. മെയിനായിട്ട് അവിടുത്തെ ലൈറ്റ്സും ടോയ്സും ഒക്കെ കാണുമ്പോൾ അവളുടെ എക്സൈറ്റ്മെന്റും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലീനെയും കൂടി കൂട്ടിയത്. ഇതിന് മുന്നേ ഒരിക്കൽ ഞാൻ അല്ലീനെ കൊണ്ടുപോയിട്ടുണ്ട്. അന്ന് അവൾ വളരെ ചെറുതായിരുന്നു കേട്ടോ, ഒരു 6 months പോലും ആയിട്ടില്ലായിരുന്നു. അല്ലി ഞാൻ വിചാരിച്ചതിലും ഹാപ്പി ആയിരുന്നു കേട്ടോ, ആ ലൈറ്റ്സും ടോയ്സും എല്ലാം കണ്ടിട്ട്. ഫുൾ ടൈം അല്ലിയുടെ പുറകെ നടന്നതുകൊണ്ട് എനിക്കും ഫ്രണ്ട്സിനും അത്ര അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. കുട്ടികളൊക്കെ പുറത്തു കൊണ്ടുപോകണമെങ്കിൽ 2 പാരന്റ്സും കൂടെ വേണം, ഒരാളെ കൊണ്ട് മാത്രം മാനേജ് ചെയ്യാൻ പറ്റില്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ വീട്ടിലൊരു കുട്ടി വരുമായിരുന്നു. അവരുടെ പാരന്റ്സ് ആണെങ്കിൽ 2 പേരും വർക്കിംഗ് ആണ്. അപ്പോൾ കുട്ടിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും, എല്ലാം സ്റ്റഡീസും എല്ലാം നോക്കും, ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷേ കുട്ടിയുടെ സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ പുറത്ത് കൊണ്ടുപോകുന്നില്ല, ഒരു പാർക്കിൽ കൊണ്ടുപോകുന്നില്ല, അവർക്ക് അതിന് ടൈം കിട്ടുന്നില്ല. അന്ന് ആ കുട്ടിയുടെ സങ്കടം എനിക്ക് ശരിക്കും മനസ്സിൽ തട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അല്ലിക്ക് വേണ്ടി എപ്പോഴും ഒരു ടൈം കണ്ടെത്താറുണ്ട്, അവളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടല്ല. ഹസ്ബൻഡ് പുറത്തായതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ കുഞ്ഞിൻ്റെ ഹാപ്പിനെസ് ഓർത്തിട്ട് ഞാൻ അവളെ പലയിടത്തും കൊണ്ടുപോകാറുണ്ട്. അവർക്ക് ഈ സമയത്തൊക്കെ എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റുള്ളൂ. കുറച്ചൊക്കെ കഴിയുമ്പോൾ പിന്നെ പഠിപ്പായി, തിരക്കായി, പിന്നെ ഒന്നിനും പറ്റത്തില്ല. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.